ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതെന്താ വെച്ചാല് കുറെ ആയി പറയുന്നത് ഡൈമ ലൈഫ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്ന് ചെറിയൊരു ഡൈമ ലൈഫ് എന്നൊന്നുമില്ല, എന്നാലും ചെറിയൊരു വീഡിയോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ എന്താ പറയുക ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ എന്താന്നല്ലേ, ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ശിവരാത്രി ആയതുകൊണ്ട് എന്നല്ല, രാവിലെ പൊതുവെ ഞാൻ കുളിക്കുന്ന കേട്ടോ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് എന്താ പറയാ, കുളിയൊക്കെ കഴിഞ്ഞിന്ന് കുറച്ച് നേരം വൈകിട്ട് എണീച്ചത്. അപ്പൊ ഇന്ന് ശിവരാത്രിയും കൂടിയാണ്. പിന്നെ അതുമല്ല നമുക്ക് നമ്മള് ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്ന അതും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ നോൽമ്പും കൂടി ഉണ്ട് കേട്ടോ. അന്നപ്പം ചക്രമോളാട്ടെ വീഡിയോ എടുക്കുന്നത്. അതാണ് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വീഡിയോ എടുക്കാനൊക്കെ, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളെ കുഞ്ഞി വീടായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു മടി കിട്ടും. എല്ലാവരും എന്താണ് നെഗറ്റീവ് പറയോ എന്നൊക്കെ ഒരു മടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാട്ടോ. അപ്പൊ നമ്മളെ വീടല്ല, നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ്. അപ്പൊ ചെറിയൊരു വീടാട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ, നമ്മൾ മുമ്പോട്ടേക്ക് ഈ വീഡിയോ എങ്ങനെ പോകുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വീട് കാണിക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്ന് രാവിലത്തെ കടി എന്ന് പറയാണ്, ഇന്ന് രാവിലെ കുറച്ചു നേരം വൈകിട്ട് എണീച്ചത്. മട്ടേന്റെ പുട്ടും പൊടിയാട്ടത്. ഇത് കണ്ടോ, ഇത് സത്യം പറയുകയാണെങ്കിൽ ഞാന് ഒന്നോ രണ്ടോ വട്ടം കഴിച്ചു, ഞാൻ കൂടുതലായിട്ട് കഴിക്കല്ല. അപ്പൊ ഇന്നലെ കുറച്ച് എന്താ പറയാ മട്ടേന്റെ ഈ ഒരു പുട്ടും പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് പുട്ട് ചൂടാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇതാട്ടോ ഇന്നത്തെ രാവിലത്തെ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, പുട്ട് ചൂടുന്നതും തേങ്ങ ഇടുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയാ വിശേഷം? ശിവരാത്രി ആയിട്ട് എന്താണ് സ്പെഷ്യൽ? ഇന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ രാത്രി. പിന്നെ കുട്ടികൾക്ക് നാളെ എക്സാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പരിപാടിയൊക്കെ കാണാൻ പോകണമെന്ന് മനസ്സിലുണ്ട്. അപ്പൊ നോക്കട്ടെ. ടിവിയിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടോ. പെട്ടെന്ന് എന്റെ വയസ്സനെ കാണുന്നത്. പക്ഷെ വയസ്സ ഉണ്ടാവുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ എന്താ പറയാ, നമ്മൾ കുറെ നേരം നിന്നു, എന്നാലും പെട്ടെന്ന് അങ്ങ് പോയ പോലെ തോന്നി. അപ്പൊ ഇന്നലെ ഞാൻ പെട്ടെന്ന് പോയിട്ടോ. ഇന്നലെ പിന്നെ തിരക്കുമായിരുന്നു. ഇന്നലെ ഞങ്ങൾക്ക് ചെറുതായിട്ട് പുറത്തേക്കൊക്കെ പോകണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തിരക്കാക്കിട്ടോ. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് കുറച്ച് രാവിലത്തെ പരിപാടി തന്നെ, രാവിലെ ചായ പിടിക്കണം. പിന്നെ ഇന്നലെ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുണ്ട്. അതൊക്കെ എന്താ പറയാ എല്ലാം ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ വേറെ ഇപ്പൊ എന്താ, പിന്നെ വീഡിയോ എടുക്കണം. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആണല്ലോ. അപ്പൊ പിന്നെ എന്താ പറയാ, ഇന്ന് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇത് ഇന്നലെ നമ്മള് സാധനം വാങ്ങും, എന്നാലും ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിരുന്നല്ലോ. പിന്നെ നടന്നില്ല. ഇനി ഈ സാധനമൊക്കെ നമുക്ക് ഒക്കെ അവിടെ എവിടെയൊക്കെ ആക്കണം. അപ്പൊ ഇതാട്ടെ നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെയാണ് നമ്മൾ വീട്, നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട് പറഞ്ഞേ, അതാട്ടോ. ഇതാണ് ഫ്രണ്ട്. അപ്പൊ ഇതാട്ടോ നമ്മളെ ഫ്രണ്ട് ഭാഗം. ഇത് കുറച്ച് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള കോലായിട്ടോ. പിന്നെ ഇവിടെ വന്നാല് ഈ ഒരു ചെറിയ റൂമുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് തുണിയൊക്കെ വെക്കാനും, അതേപോലെ കുട്ടികളെ മേശ, അതേപോലെ നമ്മളെ 2-3 കോഴികൾ അടിയിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി കാണിച്ചു. ഇത് ഇതാട്ടോ നമ്മളുടെ ഒരു കോഴി ഇതാക്കുന്ന പൊരുത്തായിട്ടുണ്ട്. അവള് ഇതാക്കുന്ന ഇവിടെ ഇന്നലെ തൊട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇന്നും കൂടി നോക്കിയിട്ട് നാളെ അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ മുട്ട വെച്ച് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇവരെ നിങ്ങൾക്ക് അറിയാലോ, ഇവരെ വീഡിയോ നമ്മൾ എടുത്താട്ടോ. ഇവര് ആള് സെറ്റ് ആയിട്ടോ. ഇവിടെ നമ്മള് ഫസ്റ്റ് ഇവിടെ മൂടി വെച്ചായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ നമ്മള് ഡൈനിങ് ഹാളിലേക്കാട്ടോ നമ്മള് വരുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വന്നാൽ ഇത് ഷീറ്റ് ഇട്ട വീടാട്ടോ. പിന്നെ ഇങ്ങോട്ട് വാ, ഇവിടെ കേട്ടോ ഒരാഗ ഉള്ളത്. ഇവിടെയാണ് ഒരു റൂം ഉള്ളത്. നമ്മളെ ചക്കരക്കുട്ടിയും ചിക്കൂട്ടിയും ഇവിടെയാട്ടോ കിടക്കാം. പിന്നെ നമ്മളെ ഇൻക്യുബേറ്റർ വെച്ചിരിക്കുന്ന ഇതാക്കുന്ന ഈ ഒരു സൈഡിലാട്ടോ. നമ്മൾ പുറത്തല്ല, പുറത്ത് വെച്ചാല് കോഴികൾ കയറുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയാ എപ്പോഴും വാലടിച്ചിടണം. അപ്പൊ അതുകൊണ്ട് ഇവര് പഠിക്കാനൊക്കെ പോകുന്നതിനെ കൊണ്ട് അവിടെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ കാണിച്ചത് ജസ്റ്റ് ഇങ്ങനെ തുറക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. കാണിച്ചെടുക്കും ഞാൻ. പിന്നെ ഇതാക്കുന്ന നമ്മുടെ കോഴിമുട്ടയിൽ ഇതാക്കുന്ന പൊട്ട് വീണിട്ടുണ്ട് കേട്ടോ. 2 കോഴിമുട്ടയിൽ പൊട്ട് വീണിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോഴിമുട്ടയും കൂടി ഇളകി ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ അകത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഹാളാട്ടോ. ഡൈനിങ് ഹാളിലാണ് ഇതാക്കുന്നത്. ഇവിടെ ഒരു കട്ടിലും ചെറിയൊരു കുഞ്ഞു മേശയുള്ളത്. ഇവിടെ ഇരുന്നാട്ടോ ഭക്ഷണം കഴിക്കാം. പിന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പ്രത്യേകം കാരണം പറഞ്ഞാൽ നമ്മൾ TV കാണാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇവിടെ ആട്ടോ കിടക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളെ കുഞ്ഞടുക്കള, ചെറിയൊരു അടുക്കള കേട്ടോ. ഇതാണ് എന്റെ ചെറിയ അടുക്കള. ഇത് കണ്ടില്ലേ. പിന്നെ രാത്രി പാത്രമൊക്കെ കഴുകി വെച്ച് കിടന്നിട്ട്, നമ്മ നോമ്പല്ലേ,
പിന്നെ അടുക്കള വലിയ കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട് ചെറിയൊരു ഇതേ ഉള്ളൂ. പിന്നെ അടുപ്പ് കത്തിക്കുന്ന ഭാഗം അവിടെയാട്ടോ, ആ ഭാഗത്താണ്, വലിയ ഇതൊന്നുമില്ല, ചെറിയ തോതില്. പിന്നെ ഇത് നമ്മൾ വിറക് വെക്കാം, എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ വിറക് വെക്കുന്ന ഒരു ഇത്. അപ്പൊ ഇത് എന്റെ തല കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് മാത്രം കേട്ടോ, പ്ലാസ്റ്റിക് ചുറ്റി വെച്ചതാ. അത് കുറച്ച് നീളം കൂടിപ്പോയി, അപ്പൊ തല കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാ. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ കുഞ്ഞടുക്കള. നമ്മളെ കുറച്ച് സാധനമൊക്കെ വെക്കുന്നത് ഇതൊക്കെ തന്നെയാട്ടോ, അത്രയേ ഉള്ളൂ വിശേഷം. പിന്നെ നമ്മള് ഇത് കണ്ടോ, ഇത് നമ്മള് കോഴിമുട്ട നമ്മൾ അടുക്കളയിൽ തന്നെ ആട്ടോ വെച്ചിരിക്കുന്നത്. ഇത് കോഴിമുട്ട, ഇതൊന്ന് കാണിച്ചു കൊടുക്കാം മോളെ. ഇത് കണ്ടില്ലേ, നമ്മള് കോഴിമുട്ടയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ ഇതാക്കണ്ടോ, ഇതൊക്കെ കഴുകി വെച്ചതാട്ടോ, കഴുകി കമത്തി വെക്കുന്ന കേട്ടോ, ഉണങ്ങി കഴിഞ്ഞിട്ട് കവറിലേക്ക് എടുത്തിട്ടതാ. ഇതിനിപ്പോ ഒന്ന് പൊടിച്ചു വെക്കണം. ഇല്ലേ, കഴുകി വെച്ചില്ലെങ്കിൽ പുഴുക്കൾ വരും, കഴുകി ഉണക്കാതെ വെച്ചാല് പുഴുക്കൾ വരും.